ഹലോ ഗൈസ്, വെൽക്കം ടു കൺഫ്യൂസ്ഡ് മല്ലു. കൺഫ്യൂസ്ഡ് മല്ലുവിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇതൊരു പ്രോപ്പർ വീഡിയോ ഒന്നുമല്ല, വീഡിയോ എടുക്കണമെന്ന് വിചാരിച്ച് വന്നതുമല്ല. അതുകൊണ്ട് തന്നെ എൻ്റെ കോലവും കാര്യങ്ങളും വാട്ടവർ അതൊന്നും മൈൻഡ് ചെയ്യേണ്ട കാര്യമില്ല അല്ലേ. നമ്മൾ ആരെ നോക്കി ജീവിച്ചിട്ട് ഒരു കാര്യമില്ല. അപ്പം ഞാനിപ്പോൾ വന്നത് നിങ്ങളോട് കുറച്ച് കാര്യങ്ങൾ പറയാനും എനിക്കിഷ്ടമുള്ള കാര്യങ്ങൾ പിന്നെയും തുടങ്ങി വെക്കാനും അതിൻ്റെ ഭാഗമായിട്ടാണ് ഞാൻ ഈ വീഡിയോ തന്നെ എടുക്കുന്നത്. അപ്പം അതിൻ്റെ ഭാഗമായിട്ടാണ്. ഇതിനകത്ത് വലിയ കാര്യങ്ങളൊന്നുമില്ല, പക്ഷേ ഒരു തുടക്കം, എല്ലാത്തിനും ഒരു തുടക്കം വേണമല്ലോ. പ്രത്യേകിച്ച് നിർത്തി വെച്ചിരിക്കുന്ന കാര്യങ്ങൾ തുടങ്ങാനാണ് ഏറ്റവും പാട്. പുതിയതായിട്ട് ഒരാൾക്ക് ഒരു കാര്യം തുടങ്ങണമെങ്കിൽ അയാൾക്ക് അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റ് കാണും. പക്ഷെ ഒരു കാര്യം തുടങ്ങിയിട്ട് നമ്മൾ നിർത്തി വെച്ചിട്ട് അത് പിന്നീട് തുടങ്ങണമെങ്കിൽ നമുക്കൊരു മടി കാണും. ഇനി അത് തുടങ്ങിയാൽ ആൾക്കാരെങ്ങനെ അതെടുക്കും. മുന്നേ പറഞ്ഞ പോലെ ആരെയും നോക്കേണ്ട കാര്യമില്ല. എങ്കിലും ഒരു സാമാന്യ മനുഷ്യൻ ചിന്തിക്കുന്ന രീതി ഞാൻ പറഞ്ഞതാണ്, ഞാനും ചിന്തിക്കാറുണ്ട്. നിർത്തി വെച്ചിരിക്കുന്ന കാര്യങ്ങൾ എങ്ങനെ തുടങ്ങിയാൽ അത് എന്താവും. ഇത്ര നാൾ നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത് വെച്ച് ആൾക്കാരിത് കമ്പയർ ചെയ്തിട്ട് ഇത് എങ്ങനെ എടുക്കും, അല്ലെങ്കിൽ ഇതിനകത്ത് കൂടുതലൊന്നും കാണാനില്ലല്ലോ, കേൾക്കാനില്ലല്ലോ എന്നൊക്കെ പറയുന്നവർക്ക് എന്താ പറയുന്നത്, ആദ്യം തന്നെ ഈ വീഡിയോ സ്കിപ്പ് ചെയ്ത് കളയാം. പക്ഷേ കേൾക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് റേഡിയോ മേങ്കലൊക്കെ പറയുന്ന പോലെ കേൾക്കൂ കേട്ടുകൊണ്ടേയിരിക്കൂ. ചുമ്മാ വൈകിട്ട് ബോറടിച്ചിരുന്നപ്പം ഇച്ചിരി സമാധാനം കിട്ടാൻ വേണ്ടി ഒന്ന് നടക്കാൻ വേണ്ടി ഇറങ്ങിയതാണ്. ഇവിടെ കേംബ്രിഡ്ജിൽ റോയിങ് ക്ലബ്ബ് എന്ന് പറഞ്ഞൊരു പാർക്കെന്ന് വേണേൽ പറയാം. സമാധാനമായിട്ട് നടക്കാൻ പറ്റിയൊരു സ്ഥലമാണ്. ഇങ്ങോട്ടേക്ക് ചുമ്മാ ഒന്ന് നടക്കാൻ വേണ്ടിയൊക്കെ വന്നതാണ്. കുറച്ച് മാസം കൂടെ കഴിഞ്ഞാൽ ഇവിടെ അപ്പടി ആകെ തണുപ്പും മഞ്ഞും എല്ലാം ആവും. പിന്നെ ഇങ്ങനത്തെ നടപ്പൊക്കെ സ്വപ്നങ്ങളിൽ മാത്രം. പിന്നൊരു ഏപ്രിൽ വരെ പുറത്തേക്ക് ഇറങ്ങാൻ പറ്റത്തില്ല. ജാക്കറ്റിനുള്ളിൽ ഒളിച്ചിരിക്കേണ്ട അവസ്ഥയാണ്. എന്താ രസമല്ലേ. ഇതൊക്കെ ആരിട്ടിട്ട് പോകുന്നതാണെന്നറിയില്ല, പക്ഷേ കിട്ടും, നല്ല കാര്യമല്ല. അതൊരു പാലമാണ് കേട്ടോ. അതിൻ്റെ മുകളിൽ കൂടെ ഇടയ്ക്ക് ഇവിടുത്തെ ഗുഡ്സ് ട്രെയിനൊക്കെ പോകാറുണ്ട്. അതിൻ്റെ വ്യൂ ഇന്ന് കിട്ടുമോ എന്നറിയില്ല, പക്ഷേ കിട്ടുവാണെങ്കിൽ അടിപൊളിയാണ്. ഇവിടെ ആൾക്കാർ ചൂണ്ടയിടാനൊക്കെ വരാറുണ്ട്, പക്ഷേ ഇന്നാരെയും ഇവിടെ കാണുന്നില്ല. തൊട്ടപ്പുറത്ത് വീടുകളൊക്കെ ഉണ്ട് കേട്ടോ. ഒരു വനമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ല, പക്ഷേ കുറേ മരങ്ങളും വീടുകളും എന്തോ കൺസ്ട്രക്ഷൻ വർക്കൊക്കെ അവിടെ നടക്കുന്നത്. അടുത്ത ഓട്ടത്തിന് വേണ്ടി കാത്തിരിക്കുന്ന ടാക്സിക്കാരൻ, ആളുകൾ വരാൻ വേണ്ടി കാത്തിരിക്കുന്ന ഒഴിഞ്ഞ ബെഞ്ചുകൾ. ഇവിടെ നടക്കാൻ പറ്റിയ ട്രെയിലൊക്കെ ഉണ്ട് കേട്ടോ. കുറേ ദൂരമുണ്ട്, പക്ഷേ ഇന്ന് എന്തോരം നടക്കാൻ പറ്റുമെന്ന് അറിയത്തില്ല. കുറേ മരങ്ങൾക്കിടയിലൂടെയൊക്കെ ഇങ്ങനെ നടന്ന് ചിലവർ സൈക്കിൾ ഓടിച്ച് വരും, ചിലവർ അവരുടെ പെറ്റ്സിനെ കൊണ്ട് നടത്താൻ വേണ്ടിയൊക്കെ വരും, ചിലവർ എന്നെ പോലെ ഇങ്ങനെ ഒറ്റയ്ക്ക് നടക്കാൻ വരും. പലതരം ആൾക്കാർ. ഞാൻ ഫോണിലാണ് കേട്ടോ ഈ വീഡിയോ എടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ നടക്കുമായതുകൊണ്ടും ഗോപ്രോ വീട്ടിൽ മറന്നു വെച്ചുകൊണ്ടും വീഡിയോയിൽ ഇങ്ങനെ നടക്കുന്നതിൻ്റെ ഷെയ്ക്കൊക്കെ കാണും. അത് ക്ഷമിക്കുക. ഇതുവഴി വേണമെങ്കിൽ നടന്നു കയറാം, ഈ വഴി വേണമെങ്കിൽ നടന്നു കയറാം, അല്ലെങ്കിൽ ഇതുവഴി വേണമെങ്കിൽ നടന്നു പോകാം. ഇതുവഴി പോയാൽ ആ കണ്ട പുഴയാണോ നദിയാണോ ആ റിവറിൻ്റെ തൊട്ട് സൈഡിലോട്ട് ചെല്ലുവേ. കേംബ്രിഡ്ജ് പോളിനേറ്റർ പ്രിസർവ്, ഇതാണ് ഈ ട്രയലിൻ്റെ പേര്. ഗ്രാൻഡ് ട്രങ്ക് ട്രെയിൽ, അതാണ് അതിൻ്റെ പേര്. ഇവിടെ പിന്നെ ഒരു നിയമമുള്ളതെന്ന് വെച്ചാൽ പട്ടികളെയും കൊണ്ട് നടത്താൻ വരുന്നവർ അതിൻ്റെ കഴുത്തിൽ കയറുണ്ടായിരിക്കണം, അതിന് ലീഷ് എന്ന് പറയുന്നത്. പിന്നെ പട്ടിയെ പീട്ടാൽ അത് നമ്മൾ തന്നെ കോരിയെടുക്കണം. അത് ഇവിടുത്തെ ഒരു നല്ല നിയമമാണ്. നാട്ടിൽ അവിടെ എവിടെയും പട്ടികളെ അപ്പിയിട്ട് വെച്ചിരിക്കുന്ന പോലെ, അഥവാ കാഷ്ടിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കിളികളൊക്കെ അല്ലേ, അപ്പിയിട്ട് വെച്ചിട്ട് പോകുന്ന പോലെ ഇവിടെ കാണൽ ഭയങ്കര കുറവാണ്. അത് ഈ നിയമം കൊണ്ടാണ്. എല്ലാവരും പട്ടികളെ കൊണ്ട് നടത്താൻ വരുമ്പം അതിൻ്റെ കൂടും കൊണ്ട് വരാറ്. നല്ല രസമില്ലേ.
ചുറ്റിനും മരങ്ങൾ. ഇവിടെ അങ്ങനെ പേടിക്കാൻ മാത്രമുള്ള മൃഗങ്ങളോ കാര്യങ്ങളൊന്നുമില്ല. പിന്നെ സമ്മർ ആയതുകൊണ്ട് തന്നെ രാത്രിയിൽ ഈ റക്കൂൺ എന്ന് പറഞ്ഞൊരു സാധനം ഇറങ്ങും. സ്കങ്ക് റക്കൂൺ എന്ന് പറഞ്ഞുള്ള ഒരു സാധനം ഉണ്ട്. ഇവിടെ ഒരു ചെറിയ പാലമൊക്കെ ഉണ്ട്. ഫോട്ടോ എടുക്കേണ്ടവർക്ക് ഇവിടെ നിന്ന് ഫോട്ടോ എടുക്കാം. റക്കൂൺ എന്ന് പറഞ്ഞ സാധനം അങ്ങനെ നമ്മളായിട്ട് ഇങ്ങോട്ടൊന്നും ഉപദ്രവിക്കത്തൊന്നുമില്ല. പക്ഷേ നമ്മൾ ഇവിടെ ഓരോ ദിവസങ്ങൾ ഇങ്ങനെ മാറി മാറിയാണ് ഓരോ സ്ട്രീറ്റിൽ ഗാർബേജ് വെക്കുന്നത്, വേസ്റ്റ് വെക്കുന്നത്. അതിനും പല പല ദിവസമുണ്ട്. ഫുഡ് വേസ്റ്റ് എല്ലാ ആഴ്ചയും വെക്കാം. പ്ലാസ്റ്റിക് കവറുകൾ വെക്കേണ്ട ആഴ്ചകളുണ്ട്. അതൊക്കെ ഓൾറെഡി അവരുടെ സൈറ്റിലുണ്ട്. അതനുസരിച്ചാണ് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ പോകുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇവിടുത്തെ പ്രകൃതിയൊക്കെ ഇത്രയും ഭംഗിയായിട്ടിരിക്കുന്നതും ഇവിടുത്തെ സിസ്റ്റവും കാര്യങ്ങളൊക്കെ. ഇത് അവിടെ കണ്ടോ, നല്ല ലൈറ്റൊക്കെ ഇട്ടിട്ട് ഒരു ആരുടെയോ വീടാണോ എന്താണോ എന്നറിയില്ല, പക്ഷേ രസമായിരിക്കും. അപ്പം പറഞ്ഞു വന്നത്, റക്കൂണുകൾ നമ്മൾ ഈ എടുത്തു വെച്ചിരിക്കുന്ന വേസ്റ്റുകൾ രാത്രി വന്നിട്ട് വലിച്ചു പറിച്ചെടുത്തിട്ട് അതിനകത്തുള്ള ഗാർബേജുകൾ തിന്നാൻ വേണ്ടിയൊക്കെ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന സാധനം വലിച്ചു പൊട്ടിച്ച് അങ്ങനെ നമുക്ക് കുറച്ച് ഉപദ്രവങ്ങൾ വരുത്തുമെന്നല്ലാതെ വേറെ പ്രശ്നമൊന്നുമില്ല. പിന്നെ ഈ സ്കങ്ക് എന്ന് പറയുന്ന സാധനം, അതിനെ എന്നാ പറയുന്നതെന്ന് എങ്ങനെ അതിനെ എക്സ്പ്ലെയിൻ ചെയ്യണമെന്ന് എനിക്കറിയത്തില്ല. പക്ഷേ നമ്മൾ അവിടെ കുറേ നല്ല പൂക്കളുണ്ട്. ഈ പോകുന്ന വഴികളിലും സൈഡിൽ ഓരോ കാട്ടുചെടികളും കാട്ടുപൂക്കളും ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പം സ്കങ്ക് എന്ന് പറഞ്ഞ സാധനം അത് ഈ ആൾക്കാരിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയും അല്ലെങ്കിൽ അതിനെ ഉപദ്രവിക്കാൻ വരുന്നവരുടെ അടുത്തു നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയും ഈ എന്താ പറയുന്നത്, ഫാർട്ട് ചെയ്യുക അല്ലെങ്കിൽ ഊച്ചി വിടുക എന്നൊക്കെ മലയാളത്തിൽ പറയത്തില്ല, അങ്ങനത്തെ ഒരു സാധനം വിടും. അത് അടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ 7 സോപ്പിട്ട് കുളിച്ചാൽ പോലും അതിൻ്റെ മണം മാറുകയില്ല. അങ്ങനത്തെ ഒരു പ്രശ്നം മാത്രമേ ഉള്ളൂ. അത് ഇതുവഴി വഴിയുണ്ട്, ഒത്തിരി വഴിയുണ്ട് കേട്ടോ. ഇവിടെ ഒരു സൈക്കിളൊക്കെ ഓടിച്ചു വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് പോയി കണ്ടിട്ടൊക്കെ വരാം. പക്ഷെ നടക്കാൻ എന്തോരം ഉണ്ടെന്ന് എനിക്കറിയത്തില്ല, കുറച്ചുണ്ട്. ഇപ്പം എന്തോരം നടക്കാനുള്ള മൂടുണ്ടെന്ന് പോലും എനിക്കറിയില്ല. പക്ഷെ നടക്കുന്നിടത്തോളം ഞാൻ കാണിക്കാം കേട്ടോ. കൂടുതലൊന്നുമില്ല, പ്രത്യേകിച്ച് കൂടുതലൊന്നുമില്ല. പക്ഷെ ഇങ്ങനെ കുറേ മരങ്ങൾ, ഇതിൻ്റെ ഇടവഴി നടക്കാം, സംസാരിച്ച് കൂട്ടുകാരൊക്കെ ആയിട്ട് വന്ന് ഇങ്ങനെ കുറച്ച് സ്പെൻഡ് ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാം. ഇവിടെ ഫിഷ് ചെയ്യണമെങ്കിൽ ഫിഷ് ചെയ്യാം. ഒരു വർഷത്തേന് മീൻപിടുത്തത്തിന് എന്തോ $30 അങ്ങനെ എന്തോ ഉള്ളൂ. നമ്മുടെ നാട്ടിലെ പോലെ വിരകളെ മണ്ണ് മാന്തി എടുക്കേണ്ട ആവശ്യം പോലും ഇല്ല. അതും ഇവിടെ കടകളിൽ നല്ല ജീവനുള്ള മണ്ണിരകളെ വിൽക്കാൻ വെച്ചിട്ടുണ്ട്. അത് വാങ്ങിച്ച് ചെറവറ മുറിച്ചിട്ട് ചെറവറ മീൻ പിടിക്കാം കിട്ടുന്ന സ്ഥലത്ത്. അതിവിടെ സ്ഥിരം പിടിക്കുന്ന ആൾക്കാർക്കറിയാം ഏതൊക്കെ പുഴയിൽ ഏതൊക്കെ നദികളിലും ഏതൊക്കെ ടൈപ്പ് മീനുകളെ കിട്ടുമെന്ന്. പിന്നെ ഇവിടെ ഓരോ മാസങ്ങളനുസരിച്ച്, അതും ഈ ഫിഷിങ്ങിൻ്റെ സൈറ്റിൽ തന്നെയുണ്ട്. ഇന്ന മാസത്തിൽ നമ്മുടെ നാട്ടിൽ ട്രോളിങ് എന്നൊക്കെ പറയത്തില്ലേ, അത് കടലിൻ്റെയാണ്, മാസീവ് ഫിഷിംഗ് ആണത്. പക്ഷേ ഇതതുപോലല്ല. പക്ഷെ എന്നാലും ചില മാസങ്ങളിൽ ചില മീനുകളെ പിടിക്കാൻ പറ്റത്തില്ല. ചില മാസങ്ങളിൽ ചില മീനുകളെ ഇത്ര എണ്ണം ഇത്ര കൗണ്ട് അനുസരിച്ച് പിടിക്കാൻ പറ്റത്തുള്ളൂ. അല്ലെങ്കിൽ പെർ ഹെഡ് ഒരു ലൈസൻസിൽ ഇത്ര മീനുകളെ നമ്മുടെ വീട്ടിലോ നമ്മുടെ കയ്യിലോ ടോട്ടൽ നമ്മൾ കഴിച്ചില്ലെങ്കിൽ അത്രയും വെക്കാൻ പറ്റത്തുള്ളൂ. അങ്ങനെയുള്ള നിയമങ്ങളുണ്ട്. ചില മാസങ്ങളിൽ ചില മീനുകളെ കൗണ്ട്സ് എന്താ പറയുന്നത് അൺലിമിറ്റഡായിട്ട് പിടിക്കാൻ പറ്റും. അതിന് ഇന്ന ലിമിറ്റൊന്നുമില്ല. പക്ഷേ അത് ഓരോ മാസവും കയറി അവരുടെ സൈറ്റിൽ കയറിയൊക്കെ വ്യക്തമായിട്ട് നോക്കണം. ഇതിനുവേണ്ടി ഇവിടെ സ്പെഷ്യലൈസ്ഡ് ഓഫീസർമാരുണ്ട്. അപ്പം അവർ ഈ ബൈനോക്കുലറൊക്കെ ആയിട്ട് വന്ന് അപ്പുറത്തു നിന്നൊക്കെ നൈസായിട്ട് നമ്മൾ ഫിഷ് ചെയ്യുമ്പോൾ നമ്മളെ നോക്കി നിൽക്കും. എന്നിട്ട് നമ്മുടെ അടുത്ത് കൊണ്ട് വണ്ടി പാർക്ക് ചെയ്തിട്ട് ഏതൊക്കെ മീനാണ് പിടിച്ചത്, എത്ര എണ്ണം പിടിച്ചിട്ടുണ്ടെന്നൊക്കെ നോക്കും. അപ്പം ലോ അനുസരിച്ച്, നിയമം അനുസരിച്ച് ഉള്ള മീനുകളല്ല പിടിച്ചിരിക്കുന്നതെങ്കിൽ നല്ല രീതിക്കുള്ള ഫൈൻ കിട്ടും. എനിക്ക് ചെറിയ രീതിയിൽ അങ്ങനെ ഫൈൻ കിട്ടിയൊരു ചരിത്രമുണ്ട്. അങ്ങനെയാണ് ഞാൻ എൻ്റെ ആദ്യത്തെ ഫിഷിംഗ് ലൈസൻസ് എടുക്കുന്നത്. വലിയ കാര്യമൊന്നുമില്ല കേട്ടോ, ചുമ്മാ ഒരു സൈറ്റിൽ കയറി രജിസ്റ്റർ ചെയ്താൽ മതി. അല്ലാതെ ഫിഷിംഗ് ലൈസൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫിഷിംഗ് പഠിച്ചിട്ട് ലൈസൻസ് എടുക്കുന്ന പരിപാടിയൊന്നുമല്ല. ജസ്റ്റ് ഒരു സൈറ്റിൽ കയറി പൈസ പേ ചെയ്യുക, അവരുടെ നിയമങ്ങൾ വായിക്കുക, ദാറ്റ്സ് പരിപാടി കഴിഞ്ഞു. പക്ഷേ എനിക്കതിനെപ്പറ്റി കൂടുതൽ അറിയത്തില്ലായിരുന്നു. അപ്പം അങ്ങനെ പറ്റിപ്പോയതാണ്. അതുകൊണ്ട് ഫിഷിങ്ങിന് പോകാൻ ആഗ്രഹമുള്ളവരാണെങ്കിൽ ഉറപ്പായിട്ടും ലൈസൻസ് എടുത്തിട്ട് മാത്രം പോവുക. വെറും $30 ഉള്ളൂ. ഒരു വർഷത്തേന് നിങ്ങൾക്ക് അത് ഉപയോഗിക്കാൻ പറ്റും.
പക്ഷേ എപ്പോൾ എടുത്താലും ഡിസംബർ ആകുമ്പോൾ അത് എക്സ്പയർ ആവും. എൻ്റെ ഒരു അറിവ് വെച്ചിട്ട് അതങ്ങനെയാണ്. അതായത് നിങ്ങൾ നവംബറിലെടുത്താലും നിങ്ങൾക്കത് ഡിസംബർ വരെ ഉപയോഗിക്കാൻ പറ്റത്തുള്ളൂ. പക്ഷേ നിങ്ങളത് ജാനുവരി എടുത്താലും നിങ്ങൾക്കത് ഡിസംബർ വരെ ഉപയോഗിക്കാം. അങ്ങനെയാണ് അതിൻ്റെ ഏർപ്പാട്. അപ്പോൾ അതൊക്കെ നോക്കിയും കണ്ടും ഫിഷിങ്ങിന് പോകുന്ന ഇഷ്ടംപോലെ ആൾക്കാർ നമ്മുടെ ചുറ്റിനുമുണ്ട്. അവരോടൊക്കെ ചോദിച്ചും ഒക്കെ ചെയ്യുക. നടക്കാൻ പോകണോ ഓടാൻ പോകണോ എന്നൊക്കെ കുറേ നാളായിട്ട് വിചാരിക്കുന്നു. ജോലി തിരക്കും ഇതൊന്നും കാരണം ഒന്നും നടക്കുന്നില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ഇച്ചിരി നടന്നപ്പോൾ തന്നെ ഞാൻ നല്ലതായിട്ട് കിതയ്ക്കുന്നുണ്ട്. ഇപ്പം തന്നെ 7 മിനിറ്റായോ ആകുമ്പോൾ ചെറിയ വീഡിയോ ആയിട്ട് ഇടാൻ വേണ്ടിയാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. പക്ഷേ ഇങ്ങനത്തെ ഇൻഫോർമേഷൻസ് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതിൽ, കാരണം എനിക്ക് പറ്റിപ്പോയത് വേറെ ആർക്കും പറ്റരുത് എന്നുള്ളൊരു ഇതുള്ളതുകൊണ്ടാണ് ഞാൻ ഇത്രയും പറഞ്ഞത്. പിന്നെ ഇവിടുത്തെ അക്കൗണ്ട കാര്യങ്ങളും ഗാർബേജിൻ്റെ കാര്യങ്ങളും ഇവിടെ ഉള്ളവർക്കറിയാം. ഇവിടെ ഉള്ളവർക്ക് അതൊരു പുതിയ കാര്യമല്ല. ഞാനത് പറയാൻ പോയി. ഞാനിപ്പം കാനഡയിലുള്ളത്. കാനഡയിലെ ഒണ്ടാരിയോ എന്ന് പറഞ്ഞ സ്ഥലത്ത് കേംബ്രിഡ്ജ് എന്ന് പറഞ്ഞ ഒരു സിറ്റിയിലാണ് ഞാൻ ഉള്ളത്. അപ്പം ഇവിടുത്തെ കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. പക്ഷേ നാട്ടിലുള്ളവർക്ക് ഇതൊക്കെ ഒരു പുതിയ അറിവായിരിക്കും. അല്ലെങ്കിൽ ഇപ്പം തന്നെ എനിക്കൊന്നും നാട്ടിലുള്ളവർക്ക് അത്യാവശ്യം ഇതിനെപ്പറ്റി നല്ല വിവരം കാണും. കാരണം എല്ലാ വീട്ടിലും ഒരാളെങ്കിലും, അല്ലെങ്കിൽ ചേട്ടൻ്റെയോ അനിയൻ്റെയോ മക്കളുടെ ആരെങ്കിലുമൊക്കെ പുറത്ത് കാണുമല്ലോ. ഇപ്പം നാട്ടിലുള്ളതിനെക്കാട്ടും കൂടുതൽ ആൾക്കാർ ഇവിടെയല്ലേ ഉള്ളത്. അപ്പം കുറേ പേർക്കും കാര്യങ്ങളൊക്കെ അറിയാം. പിന്നെ ഇപ്പോൾ സമ്മർ ആയതുകൊണ്ട് തന്നെ ഒരു രാത്രി 9 മണി വരെ ഇവിടെ ഇപ്പം സമയം 7:47 കേട്ടോ. രാത്രിയാണേ. പക്ഷേ വെട്ടം കണ്ടോ? ഈ കാട് പിടിച്ച സ്ഥലത്ത് പോലും ഇത്രയും വെട്ടമാണ് ഉള്ളത്. ഇവിടെ സൺസെറ്റ് ആവാൻ വേണ്ടി 9 മണിയൊക്കെ ആവും. പക്ഷെ അതുപോലെ തന്നെ വിൻ്ററിൽ നേരെ മറിച്ചാണ്. ഒരു 5 മണിയാകുമ്പോഴേ കൂരിരുട്ടാവും. അല്ല, ഒരു 5 മണി 6 മണി മാക്സിമം കൂരിരുട്ടാവും. ഇതുവഴി കാറൊന്നും ഓടിക്കാൻ പറ്റത്തില്ല കേട്ടോ. പക്ഷേ നമ്മുടെ ഇലക്ട്രിക് സ്കൂട്ടറും, അതായത് ചാർജ് ചെയ്തിട്ടുള്ള ബൈക്സും കാര്യങ്ങളും, പിന്നെ സൈക്കിള്, പിന്നെ നടക്കാം, പെച്ചിനെയും കൊണ്ട് നടക്കാം, അതൊക്കെയാണ് കൂടുതലും ഇവിടെ പറ്റുന്നത്. കാറൊക്കെ അവിടെ പാർക്ക് ചെയ്തിട്ട് നടന്ന് വേണം ഇങ്ങോട്ട് വരാൻ. ഇതുപോലത്തെ ഒത്തിരി ട്രയൽസ് ഉണ്ട് കേട്ടോ ഇവിടെ. പല പല ട്രയൽസ് ഉണ്ട്. കുന്നും മലയും കയറാൻ പറ്റിയ ട്രയൽസ് ഉണ്ട്. കിലോമീറ്ററുകളോളം കിടക്കുന്ന ട്രയൽസ് ഉണ്ട്. ഇതിപ്പോൾ ഞാൻ ചുമ്മാ എൻ്റെ വീടിനടുത്തുള്ള ഒരെണ്ണം കണ്ടപ്പം ചുമ്മാ ഇങ്ങോട്ടേക്ക് വന്നാൽ വീഡിയോ എടുക്കാൻ വേണ്ടി ഒന്നും വന്നതല്ല. പക്ഷേ നിർത്തി വെച്ചിരിക്കുന്ന കുറേ കാര്യങ്ങൾ ഞാൻ എന്താ പറയുന്നത്, എനിക്ക് ഇഷ്ടമുള്ള കുറച്ച് കാര്യങ്ങൾ ഞാൻ പിന്നെ തുടങ്ങാൻ വേണ്ടി ആഗ്രഹിക്കുന്നുണ്ട്. പുതിയൊരു ഇൻട്രസ്റ്റിംഗ് വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ഈയിടയ്ക്ക് ഞാൻ മോൺട്രിയലിലൊരു ട്രിപ്പൊക്കെ പോയായിരുന്നു. അപ്പം കുറേ നാൾ കൂടിയല്ല, കാനഡയിൽ വന്നിട്ട് ആദ്യമായിട്ടാണ് ഞാൻ അത്രയും വലിയൊരു ദൂരത്തേക്ക് പോകുന്നത്. പ്രോപ്പറായിട്ടൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല. പക്ഷേ അതിൻ്റെ കുറച്ച് വീഡിയോകളുണ്ട്. എനിക്കറിയാവുന്ന കാര്യങ്ങളും ഞാൻ പോയതിൻ്റെ എക്സ്പെൻസുകളും, എവിടെ വണ്ടി ഇട്ടു, എവിടെ നിന്നു, എവിടെയൊക്കെ എത്ര പൈസയായി, എന്തൊക്കെ കാര്യങ്ങൾ കാണാനുണ്ട്. അധികമൊന്നും ഞാൻ കണ്ടുമില്ല. അപ്പം എനിക്കറിയാവുന്ന കാര്യങ്ങൾ, ഞാൻ പോയ കാര്യങ്ങളെല്ലാം വെച്ച് ഒരു വീഡിയോ ഇടുന്നതായിരിക്കും. സോ സ്റ്റേ ട്യൂൺഡ്. നമ്മൾ ഇതിൻ്റെ ഇങ്ങേയറ്റത്ത് വന്നെന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ ഇതിൻ്റെ കണ്ടിന്യൂറ്റി ഉണ്ട് കേട്ടോ. തൊട്ടപ്പുറത്തൂടെ കയറിയൊക്കെ പോകാം. പക്ഷേ ഇതൊരു പകുതി എന്ന് പറയാം, അല്ലെങ്കിൽ ഒരു 1/4% എന്ന് പറയാം. ഇതൊരു 1/4% വന്നിട്ട് പിന്നെ ഇവിടുന്ന് അടുത്ത് തുടങ്ങുകയാണ്. അപ്പം ഇങ്ങോട്ട് നമുക്ക് കയറാൻ പറ്റത്തില്ല. ഇതാറ് പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണ്. ഈ കാട്ടിനകത്തും പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണ്. വരത്തന്നകത്തെ പോലത്തെ വീട് ഏതോ ആയിരിക്കും. കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഡബിൾ ബാരലിന് 2 സൗണ്ട് മാത്രമേ കേൾക്കത്തുള്ളൂ. ഈ ബോർഡുള്ളതുകൊണ്ട് ചത്താൽ പോലും ഒരു പട്ടിയും തിരിഞ്ഞു നോക്കിയല്ല. അപ്പം കുറേ അപ്പം പറഞ്ഞല്ലേ, ഈ അപ്പം പറച്ചിൽ ആദ്യം നിർത്തണം. എൻ്റെ പഴയ വീഡിയോകളിലും അപ്പം ചൂട്ടി ഞാൻ മടുത്ത്. അതുകൊണ്ട് മാക്സിമം ഞാൻ എൻ്റെ അപ്പം പറച്ചിൽ നിർത്താൻ നോക്കാം. നിങ്ങൾ നിങ്ങളുടെ കമൻറ്റ് സെക്ഷനിൽ ഞാൻ എന്തൊക്കെ ഡീറ്റെയിൽസാണ് പറയേണ്ടത്, എന്തൊക്കെയാണ് മിസ് ചെയ്യേണ്ടത്, ഞാൻ എങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ഇമ്പ്രൂവ് ചെയ്യേണ്ടതെന്നുള്ള കാര്യങ്ങൾ നിങ്ങൾ പറയുക. ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരാണെങ്കിൽ എൻ്റെ ചാനൽ, എൻ്റെ ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാമിലെല്ലാം കൺഫ്യൂസ്ഡ് മെല്ലൊന്ന് സെർച്ച് ചെയ്ത് നോക്കുക. അതിനകത്തുണ്ട്. എല്ലാവരും എൻ്റെ പഴയ വീഡിയോസൊക്കെ കാണുക. നിർത്തി വെച്ചിരുന്ന എൻ്റെ ഇഷ്ടങ്ങൾ ഞാൻ തിരിച്ചു തുടങ്ങുകയാണ്. അപ്പം വീണ്ടും നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടാവണം. സ്റ്റേ ട്യൂൺഡ്. ഓക്കെ, ബൈ.